ഹലോ ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സീഡ്സ് മേടിച്ച ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നൊരു ചെറിയൊരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല, നാളെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് ഒരു 4 നമ്മുടെ ഈന്തപ്പഴം കുരു കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. പിന്നെ ഇതിൽ 1 കപ്പ് ഓട്സ് ഉണ്ട്. പിന്നെ ഉള്ളത് 1 ഗ്ലാസ് പാല്, പിന്നെ പഴം കുറച്ചേ ഉള്ളൂ. ഇത് ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു പകുതിയേ ഉള്ളൂ. എനിക്ക് ഒത്തിരി പഴം ചേർക്കുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഴം. പിന്നെ ഉള്ളത് ഏറ്റവും പ്രധാന ഐറ്റം കണ്ടോ, നമ്മൾ അന്ന് മേടിച്ച സാധനമാണ്. ഇതിൽ മറ്റേ സൺഫ്ലവർ സീഡുണ്ട്, പംകിൻ സീഡുണ്ട്, ചിയ സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്. ഇത് ഇത്രയും കൂടെയാണ് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളിതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഓട്സ് ഇതിനകത്തേക്ക് ഇടണം. ഓട്സ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ അടുത്ത നമ്മുടെ ഈന്തപ്പഴം അതിടുക. അതിട്ടിട്ട് ഇനിയുള്ള നമ്മുടെ ഈ പഴം, ഞാനിത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് പഴം വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിതിൻ്റെ കയ്യിൽ ഏത്തപ്പഴമായിരുന്നു ഉണ്ടായിരുന്നത്, എനിക്കിതാണ് ഇഷ്ടം, അപ്പോൾ അതാണ് ഇട്ടത്. പിന്നെ നമ്മുടെ ഈ എല്ലാ സീഡ്സും കൂടിയുള്ളത് കുറച്ച് മതി, അതും ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇനിയുള്ളത് 1 ഗ്ലാസ് പാൽ ഇതിനകത്തേക്ക് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണത്. പാല് ഒഴിക്കുന്ന കൂട്ടത്തിൽ ഇത് സോക്കാവണം. ഇത് ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്നൊഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് നേരെ അടച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കും.